പാളയെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയ മുഹൂർത്തത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. നമസ്കാരം, ഞാൻ റെൻസോ. അതെ, ഇന്ന് ഞാനുള്ളത് പാല ഗ്രാൻഡ് കോർട്ട്യാർഡിലാണ്. പാളയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ധന്യ നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ബിസിനസ് രംഗത്ത് പുതിയ രുചിഭേദങ്ങളുമായി ഗ്രാൻഡ് കോർട്ട്യാർഡ് ഒരുങ്ങിക്കഴിഞ്ഞു. ഗ്രാൻഡ് കോർട്ട്യാർഡിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കറിയാം. ഇന്ന് പാളയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനിക്കാവുന്ന സുന്ദര നിമിഷം. എന്നോടൊപ്പം ജോസ് സാറാണ്. ജോസ് സാറിനെ വർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുണ്ട്. ഈ അവസരത്തിൽ എന്നോട് ചേർത്ത് പ്രതികരിക്കുന്നത് ജോസ് സാറാണ്. ജോസ് സാറെ, വളരെയേറെ സന്തോഷമാണ്. കാരണം എന്താ, സാറിന്റെ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. സാറ് പറഞ്ഞത് പാലാ പൊളിയാണ്, പാലാക്കാരൻ പൊളിയാണ്, തയ്യാറായിക്കാണ്. ഒരു മുന്നറിയിപ്പ് കൊടുത്തതാണ്. പാല പൊളിയല്ലേ? തീർച്ചയായും പാലക്കാരൻ പൊളിയല്ലേ? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പാലായിൽ എന്ന് പറയുന്ന നാട് കേൾക്കുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോൾ അഭിമാനമുണ്ട്. കാരണം റിമിറ്റോമി ആകട്ടെ, മിനി ആകട്ടെ, മീനാക്ഷി ആകട്ടെ, ഷൈനി വിൽസൺ ആകട്ടെ, അങ്ങനെ ഒത്തിരിയേറെ പ്രതിഭകളെ സൃഷ്ടിച്ചതാണ് അല്ലെ. ബിസിനസ് രംഗത്തും അതുപോലെ ഒരു പ്രതിഭ തെളിയിക്കുന്നവരും ഉണ്ടാകും. അപ്പം ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഒരു കുറെ ആളുകളുടെ പ്രതികരണം ആരാഞ്ഞപ്പോൾ അവരൊക്കെ എന്നോട് പറയുകയുണ്ടായി, ഞാൻ അവരോട് ചോദിക്കുകയുണ്ടായി, വലിയ വലിയ ഹോട്ടലുകൾ അന്വേഷിച്ചില്ല, അർക്കാടിയ, ഇന്ദ്രപ്രസ്ഥ, അതുപോലെ തന്നെ മറ്റു വലിയ വലിയ ഹോട്ടലുകൾ അന്വേഷിച്ച് കോട്ടയത്തും തിരുവല്ലയിലും ചങ്ങനാശ്ശേരിയിലും ഒക്കെ പോകുന്ന പാളായ ആളുകൾക്ക് സാറ് ഒരു വഴികാട്ടിയായി. ആ ചരിത്രം തിരുത്തി കുറിക്കുന്നതിന് സാറ് കാരണമായി. ശരിയാണോ? പാലയെ സംബന്ധിച്ചിടത്തോളം പാലക്കാർക്ക് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത് അവര് പല രീതിയിൽ അവർ തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, പാല ഇന്ന് പഴയ പാല അല്ല. അപ്പോൾ ആ വിശാലമായ ഒരു ആഗ്രഹം, ആ വിശാലമായ ഒരു ഭക്ഷണ സൗകര്യം പാലയിൽ ഇന്ന് ശരിക്കും ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നാണ് ഇത് നമ്മുടെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അത് നമ്മളിവിടെ സാക്ഷാത്കരിച്ചു. ഇനിയും ഇതുപോലെയുള്ള കാര്യങ്ങൾ പാലയിൽ വരും. കാരണം അതിനും ആ വളർച്ചയ്ക്കുമുള്ള ഒരു തയ്യാറെടുപ്പ് പാലയിൽ ഞാൻ ഓർക്കുകയാണ്. ഞാൻ പണ്ട് KSRTC മുകളിലുള്ള ഒരു സംസ്ഥാനിൽ നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ ആ ഹോട്ടലിനെ കുറിച്ച് ഞാൻ ഡോക്യുമെന്റ് ചെയ്തതാണ്. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്ലാനുണ്ട്. പക്ഷെ അത് പറഞ്ഞിട്ട് കുറെ നാളുകളായി. ആ സ്വപ്നം ഇന്നാണ് സാക്ഷാത്കരിച്ചത്. അതിന്റെ സന്തോഷം സാറിനുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും. പക്ഷെ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൊട്ടി ആഘോഷങ്ങൾ കാണുമ്പോൾ, ഈ ആഡംബര പതിപ്പ് കാണുമ്പോൾ ആൾക്കാർക്കൊരു സന്തോഷമുണ്ട്. പക്ഷെ സാറിനോ അറിയത്തുള്ളൂ അതിന്റെ പുറകിൽ നിന്നുള്ള എഫർട്ട്, അതിന്റെ പുറകിൽ നിന്നുള്ള ആ ഇച്ഛാശക്തി, എന്തുമാത്രം കഷ്ടപ്പെട്ടു, ഡെഡിക്കേഷൻ, കമ്മിറ്റ്മെന്റ്, ത്യാഗ മനോഭാവം, അങ്ങനെയല്ലേ ഇത് പൂർത്തീകരിച്ചത്? ഒരിക്കലും അല്ല. കാരണം നമ്മൾ ഇന്നലെ വരെ അധ്വാനിച്ചതിനെ പറ്റി ഇന്ന് ചിന്തിക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല. കഷ്ടപ്പാട് എന്നുള്ളത് മനുഷ്യന് പറഞ്ഞിട്ടില്ല. ദൈവം നമ്മളെ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ശ്വസിക്കുന്ന ശ്വാസം ഞാൻ ഉണ്ടാക്കുന്നതല്ല. അപ്പൊ ഞാൻ ഫ്രീ ആയിട്ട് ശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പൊ ആ ഫ്രീ കിട്ടിയ ഒരാള് അത് സൃഷ്ടിച്ച ആളിനെയാണ് നമ്മൾ വന്ദിക്കേണ്ടത്. അപ്പൊ എനിക്ക് ഇതൊരു കഷ്ടപ്പാടേ അല്ല. കാരണം ഇന്നലെ വരെ നമ്മൾ ശ്രമിച്ചത് ഇന്ന് നമ്മൾ മറന്നു കഴിഞ്ഞെങ്കിൽ എങ്ങനെയാണ് അത് കഷ്ടപ്പാടാവുന്നത്? കഷ്ടപ്പാടില്ല. സാറിന്റെ ആ ഐഡിയ വളരെ നല്ലതാണ്. ഞാൻ ചോദിച്ചത് കാരണം എനിക്ക് ബിസിനസ് ജാഗില്ല. പലരും പറയുന്നുണ്ടായി, സാറ് ഒത്തിരി കഷ്ടപ്പെട്ട് ഇങ്ങനെ ഉണ്ടാക്കി അതിനെല്ലാവരും കൂട്ടി നിൽക്കുന്നൊക്കെ. ഏതൊക്കെയായാലും സാറിന്റെ നമുക്ക് എനിക്കറിയാം, സാറ് വളരെ തിരക്കുകൾക്കിടയിലാണ് എന്നോടൊപ്പം ചേർന്ന് ഈ നിമിഷം ഇന്ന് ഉദ്ഘാടന ദിവസം കൂടിയാണ്. അതുകൊണ്ട് സാറ് എന്നെ അധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. ഒരിക്കൽ കൂടി സാറ് ഈ ബിസിനസ് തുടങ്ങുമ്പോൾ സാറിന് നമുക്ക് ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാറിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയും കൂടുതൽ ഈ രംഗത്ത് സാറ് ഇപ്പൊ പറയുകയുണ്ടായല്ലോ എന്നുള്ള അഭിമുഖത്തിൽ, ഇതുപോലുള്ള പ്രസ്ഥാനം ഇനിയും വരുമെന്ന്. അതൊക്കെ ഉണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ സാറിനെയും സാറിന്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തെയും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും. നന്ദി. താങ്ക് യു. എൻ്റെ സുഹൃത്തു കൂടിയായ മുൻ MP കൂടിയായ
വക്കച്ച മറ്റത്തിൽ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. സാറിന്റെ പ്രതികരണം നോക്കാം. സാറേ, നമ്മൾ നോക്കുകയായിരുന്നു, എന്നോട് പ്രതികരിച്ചവരൊക്കെ പറയുകയുണ്ടായി സംസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത, അവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി അതൊക്കെ വളരെ മനോഹരമാണ്, വൃത്തിയാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ എല്ലാം നല്ല രീതിയിലാണ്. പലരും പറയുകയുണ്ടായി വലിയ ഹോട്ടലുകളൊക്കെ അന്വേഷിച്ച് കോട്ടയം, തിരുവനന്തപുരം അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലോട്ട് പോകുമ്പോൾ പാലായിൽ നിന്ന് അത് തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. എന്താണ് സാറിനുള്ള കാഴ്ചപ്പാട്, സാറിന്റെ വിഷൻ, സാറിന്റെ ഒപ്പീനിയൻ? I welcome the owners and the management who have taken the pain and the risk of having spent so much money. They are providing all kind of comfort for tourists who come to Palay, especially the children who comes to. സാർ പറഞ്ഞത് ശരിയാണ്, 100% ശരിയാണ്. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ റിസ്ക് ടേക്കിംഗ് ഒരു ഫാക്ടറാണ്. അതുകൂടാതെ ധാരാളം ഒത്തിരിയേറെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളാണ്. സാർ ഇപ്പോൾ പറഞ്ഞ വാക്യം കൂടി കൂട്ടിച്ചേർത്ത് ഒരു ടൂറിസത്തിനും കൂടെ സാധ്യത തെളിയുകയാണ് അല്ലേ? അതാണ് ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. Especially Palay. It's a land of hospitality. This hotel is a grand courtyard going to provide a good place, a good restaurant, good place to stay. അതാണ് സാറ് രേഖപ്പെടുത്തിയത്. സാറിന്റെ പ്രതികരണമാണ് നാം കേട്ടത്. ഹോസ്പിറ്റാലിറ്റി, ടൂറിസം, അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങുമ്പോഴുള്ള റിസ്ക് ടേക്കിംഗ്, ഈ 3 ഫാക്ടറാണ് സാർ സൂചിപ്പിച്ചത്. ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് നന്ദി. നമുക്കറിയാം ഗ്രാൻഡ് കോർട്ടിയാർഡിൽ നിന്ന് ഫ്രീ ലഞ്ചാണ് അല്ലേ? എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡും മറ്റു രീതികളും? എന്താണ് ഈ അവസരത്തിൽ പാലായിലെ ജനങ്ങളല്ല, ഇത് കാണുന്ന ധാരാളം ആളുകളുണ്ടാവും. എന്താണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഈ അവസരത്തിൽ അഭിപ്രായം? കോട്ടയാട് എന്ന് പറയുന്നത് പാലായുടെ ഒരു തിലകക്കുറിയായി മാറി. അത് കോട്ടയം ജില്ലയിലെ തന്നെ ഭക്ഷണത്തിൻ്റെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ ഒരു ഹബ്ബായി പാലായെ മാറ്റുന്നതിൽ സംസ്ഥാന ടീമിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, അവരുടെ യാത്രയിലെ 3ാമത്തെ ഒരു സംരംഭമാണ് കോട്ടയാട്. വളരെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമുക്ക് ഈ സംസ്ഥാന ടീമിനെ അറിയാം. അപ്പോൾ വളരെ നല്ല ഫുഡാണ്, അവരുടെ ഹോസ്പിറ്റാലിറ്റി വളരെ നല്ലതാണ്. എന്തായാലും പാലക്കാർക്ക് അഭിമാനിക്കാം. ഞാൻ ചെയർമാനോട് ചോദിക്കുകയായിരുന്നു, നല്ല ഹോട്ടൽ തേടി കോട്ടയം പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു, ആ കാലം ഇന്ന് മാറ്റി തിരുത്തിയിരിക്കുകയാണ്. അതെ, അങ്ങനെയാണ് സംസ്ഥാന ഗ്രൂപ്പ് ഇന്ന് നമുക്കായി ഈ ഗ്രാൻഡ് കോർട്ടിയാർഡ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ശരിയല്ല? തീർച്ചയായിട്ടും പാലായിലെ ജനങ്ങൾ കാത്തിരുന്ന ഒരു ഭക്ഷണശാലയാണ് ഇവിടെ ഇന്ന് തുറന്നിരിക്കുന്നത്. കാരണം ഈ സമീപ പ്രദേശങ്ങളിൽ ഇത്രയും ഗ്രാൻഡായി ഒരു ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമില്ല. അപ്പോൾ ജനം ഈ പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റും എന്ന കാര്യത്തിൽ ആ ഒരു തർക്കവും വേണ്ട. ഏതൊക്കെയായാലും ഇവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് ഈ ധന്യ നിമിഷത്തിൽ നമ്മളോട് പങ്കുവെച്ചത്. ധാരാളം ആളുകളാണ്. നമുക്കറിയാം ഈ ഫ്ലോറിൽ മാത്രമല്ല 5 നിലകളിലായി ഞാൻ സൂചിപ്പിച്ചതുപോലെ 5 നിലകളിലാണ് ഈ ഹോട്ടലിന്റെ പ്രവർത്തനം. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ ഉദ്ഘാടന ദിവസം തന്നെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ഇത് സംസ്ഥാനത്തിന്റെ ഒരു വിജയമായി കാണുകയാണ്. അപ്പോൾ ഇനിയും നല്ല രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ആളുകൾ രേഖപ്പെടുത്തുന്ന കാര്യത്തിലും സംശയമില്ല. നിങ്ങളുടെ പ്രതികരണത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സാർ. നമുക്കറിയാം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ധാരാളം ആളുകളാണ് പാലായിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബിസിനസ് രംഗത്ത് രുചിഭേദങ്ങളുമായി നയന മനോഹരമായ രുചിഭേദങ്ങളുമായിട്ടാണ് ഗ്രാൻഡ് കോർട്ടിയാർഡ് ഏകദേശം 5 നിലകളിലായി നമുക്കായി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ ഗ്രാൻഡ് കോർട്ടിയാർഡിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മോടൊപ്പം ആദരണീയനായ പാലായുടെ ചെയർമാൻ തോമസ് പീറ്റർ, അദ്ദേഹത്തോടൊപ്പം മറ്റ് കൗൺസിൽ അംഗങ്ങളും കൂടി ചേരുകയാണ്. അവരുടെ അഭിപ്രായമൊക്കെ ആരായേണ്ടതുണ്ട്. സാർ, നമുക്കറിയാം ഇന്ന് പാലായെ സംബന്ധിച്ചിടത്തോളം ഒരു ധന്യ നിമിഷമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും വലിയൊരു ഹോട്ടൽ നമുക്കറിയാം, കോട്ടയത്തൊക്കെ ധാരാളം ഹോട്ടലുകളുണ്ട്. പാലായിൽ അതിൻ്റെ കേട് തീർത്തുകൊണ്ട് ജോസ് സാർ ഇങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്, പാലാ പൊളിയാണ്. അതാണ് ഇവിടെ നമുക്ക് ജോസ് സാർ കാണിച്ചു തന്നതും
തുടങ്ങി വെച്ചതും എന്താണ് സാറിന് ഈ അവസരത്തിൽ പാലായിലെ ജനങ്ങളോട് പറയാനുള്ളത്? പാലായുടെ ചരിത്രത്തിൽ ഇന്ന് ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തിരിക്കുകയാണ്. പാലായുടെ ഹോട്ടൽ വ്യവസായ രംഗത്ത് ഗ്രാൻഡ് കോർട്ട്യാർഡ് എന്ന ഒരു വലിയ ഒരു ഹോട്ടൽ ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പാലായെ സംബന്ധിച്ചിടത്തോളം ഹോട്ടലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പോരായികയുണ്ടെങ്കിൽ അത് ഇന്നിവിടെ പരിഹരിക്കപ്പെടുകയാണ്. അപൂർവമായ വിഭവങ്ങൾ നമ്മൾ കോണ്ടിനെൻ്റൽ ഫുഡ്സൊക്കെ ഇവിടെ സർവീസ് ചെയ്യുന്നു എന്ന്, അതും ശുദ്ധമായ ഭക്ഷണങ്ങൾ ഇവിടെ വിതരണം ചെയ്യുന്നുവെന്ന് ശ്രീ ലാലിച്ചൻ ഇതിൻ്റെ ഡയറക്ടർ രാവിലെ പറഞ്ഞു കഴിഞ്ഞു. ഇത്ര മനോഹരമായ ഈ ഹോട്ടലിന് പാലാ നഗരസഭയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഇന്ന് ഹോട്ടൽ രംഗത്ത് നമുക്കറിയാം ഒരുപാട് വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം അല്പം വ്യത്യസ്തമായിട്ടാണ് ഈ ഗ്രാൻഡ് കോർട്ട്യാർഡ് പ്രവർത്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൽ നിന്നും ഇവിടെ കണ്ട ഒരു പ്രത്യേകത, ഒരു ഹൈലൈറ്റ് ഉണ്ട്. നമുക്കറിയാം മറ്റ് ഹോട്ടലുകളെ അപേക്ഷിച്ച് ഒരു ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേകതകളൊക്കെ ഇവിടെയുണ്ട് എന്നാണ് തോന്നുന്നത്. ഒന്നാമത് ഇവിടുത്തെ ശുദ്ധമായ ഭക്ഷണം, അത് ഏറ്റവും അത്യാധുനിക രീതിയിലുള്ള ഈ ബിൽഡിങ്ങിൽ വളരെ മനോഹരമായും ആകർഷകവും അതുപോലെ തന്നെ യാതൊരുവിധ മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്തതുമായ ഭക്ഷണമാണ് കൊടുക്കുന്നതെന്നാണ് ഇതിൻ്റെ ഡയറക്ടർമാർ രാവിലെ ഇവിടെ അറിയിച്ചത്. അത്തരം നല്ലൊരു ഹോട്ടൽ പാലായെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നും പാലായുടെ ചരിത്രത്തിൽ ഒരു വിജയത്തിൻ്റെ ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഏതൊക്കെയാലും ചെയർമാനാണ്, പാലാ നഗരസഭയുടെ ആദരണീയനായ ചെയർമാനാണ് ഈ നിമിഷം എന്നോടൊപ്പം ചേർന്ന് പ്രതികരിച്ചത്. അദ്ദേഹം പറയുകയുണ്ടായി, പാലാ കണ്ടിട്ടില്ലാത്ത ഒരു ബിസിനസ് രംഗത്ത്, പ്രത്യേകിച്ച് ഹോട്ടൽ വ്യവസായ രംഗത്ത് പാലാ കണ്ടിട്ടില്ലാത്ത നയന മനോഹരമായ വൈവിധ്യമാർന്ന രുചിഭേദങ്ങളുമായി അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഗ്രാൻഡ് കോർട്ട്. ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു കാര്യം കൂടി ചെയർമാൻ എന്ന നിലയിൽ കൂട്ടിച്ചേർത്തു. ഇതാണ് ചെയർമാന്റെ ഭാഗത്തു നിന്നും നഗരസഭയുടെ മറ്റ് കൗൺസിൽ അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഇതിന് പൂർണ്ണ സഹകരണം ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം ഈ അവസരത്തിൽ എന്നോട് പ്രതികരിച്ചു. സാറിന്റെ വാക്കുകൾക്കും ഇതിനോടൊപ്പം ചേർന്ന കൗൺസിൽ അംഗങ്ങൾക്കും ഹൃദയംഗമായ നന്ദി. ഈ അവിസ്മരണീയ മുഹൂർത്തത്തിൽ എന്നോടൊപ്പം ചേരുന്നു പാലാ നഗരസഭാ കൗൺസിലർ ബൈജു കൊല്ലംപറമ്പിൽ. സാർ, നമുക്കറിയാം ധാരാളം ആളുകൾ ഇതിനോടകം തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു. വളരെ നല്ല അഭിപ്രായങ്ങളാണ് ഓരോരുത്തരായി പങ്കുവച്ചത്. എന്താണ് സാറിൻ്റെ അഭിപ്രായം? പാലായെ സംബന്ധിച്ചിടത്തോളം ഹോട്ടൽ ഗ്രാൻഡ് കോർട്ട്യാർഡ് 50,000 സ്ക്വയർ ഫീറ്റിൽ പാലായിൽ ഇന്ന് ആരംഭിച്ചപ്പം നമ്മൾ 460 പേർക്ക് ഒരുമിച്ചിരിക്കാവുന്ന ഒരു ഡൈനിങ് ആണ് ഒരുക്കിയിരിക്കുന്നത്. അതിനകത്ത് ഗ്രീൻ ലീഫ് എന്ന് പറഞ്ഞ പ്യുവർ വെജിറ്റേറിയൻ നമുക്ക് 100-160 സീറ്റുണ്ട്, 10-300 നോൺ വെജിൻ്റെ സീറ്റുണ്ട്. അതുപോലെ തന്നെ പാലായെ സംബന്ധിച്ചിടത്തോളം ഇവിടെ TIIT, ചാവറ സ്കൂൾ, ബ്രില്യൻ്റ് ഒക്കെ വന്നിട്ട് നമ്മുടെ കേരളത്തിൻ്റെയും ഇന്ത്യക്ക് പുറത്തുനിന്നും ശരിക്കും പാലായ്ക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും മുതൽക്കൂട്ട് തന്നെയാണ്. വിദേശത്തുനിന്നും നാട്ടിൻ്റെ ഈ കേരളത്തിന് പുറത്തുനിന്നും വരുന്ന പേരൻസിന് ഇത്രയും നല്ലൊരു ആംബിയൻസിൽ പാലയിൽ റൂംസ് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ഹോട്ടലിൻ്റെ ഹൈലൈറ്റ്സ് ആണ് ഈ വ്യക്തമാക്കിയത്. തങ്ങളുടെ പ്രതികരണത്തിലൂടെ ഇത് മുതൽക്കൂട്ടായി മാറുമെന്ന് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വളരെ നന്ദി. അതെ, ഗ്രാൻഡ് കോർട്ട്യാർഡ് നിങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു വളരെ വിപുലമായ രീതിയിൽ. അതെ, ഈ ബിസിനസ് ഇനിയും പുരോഗമിക്കട്ടെ, ഇനിയും നല്ല നിലയിൽ എത്തട്ടെ, പാലായ്ക്ക് ഒരു മുതൽക്കൂട്ടായി മാറട്ടെ ഈ ഗ്രൂപ്പ് എന്ന് ഞാനും ആശിക്കുന്നു. ഇത് ഗ്രാൻഡ് കോർട്ട്യാർഡിൻ്റെ മുമ്പിൽ നിന്നും റെൻസോയി ജോസ്.